പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാതെ ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറായി കഴിഞ്ഞുവെന്ന് ഈജിപ്ത്. ചൊവ്വാഴ്ച കെയ്റോയിൽ നടക്കുന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലത്തി അറിയിച്ചിരിക്കുന്നത്. ഈജിപ്തിന്റെ പദ്ധതിയിൽ സ്ട്രിപ്പിന്റെ പുനർനിർമ്മാണം മാത്രമല്ല, ധനസഹായം എങ്ങനെ കണ്ടെത്തും, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം ആര് ഭരിക്കും എന്നിവയൊക്കെ ഉൾപ്പെടും. ഈജിപ്ത് ഈ പദ്ധതിക്ക് അന്താരാഷ്ട്ര പിന്തുണയും ധനസഹായവും തേടും. ധനസഹായം നൽകുന്നതിൽ യൂറോപ്പിനായിരിക്കും നിർണായക പങ്കെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അറബ് രാഷ്ട്രങ്ങൾ പുനർനിർമ്മാണം നടത്തുമെന്നതിൽ നിന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൊത്തം സംഭാവന നേടാൻ സാധിക്കുന്ന തലത്തിലേക്ക് ഈജിപ്തിന്റെ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ടു പോയിട്ടുണ്ടെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഏറ്റവും കുറഞ്ഞത് അറബ് യൂറോപ്പ് സഖ്യമായിരിക്കും പുതുയുഗ ഗസ പലസ്തീനികൾക്കായി ഒരുക്കാൻ പോകുന്നത്. ഈജിപ്തിന്റെ പദ്ധതിയെ ഫ്രാൻസും ജർമ്മനിയും പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതായും നയതന്ത്രജ്ഞൻ പറഞ്ഞു. അതുപോലെ മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്കിനും മറ്റ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരോടും പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. നിലവിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കും മാലിന്യങ്ങൾക്കുമിടയിലാണ് പലസ്തീനികൾ കഴിയുന്നത്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണം നടക്കുകയും ചെയ്യുമ്പോൾ ഗസയിൽ ഇവർക്ക് കഴിയാൻ ഇടങ്ങൾ ഒരുക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. ഗാസ പുനർനിർമ്മാണത്തിനായി ഈജിപ്ഷ്യൻ അന്താരാഷ്ട്ര കമ്പനികളുടെ ഒരു കൺസോർഷ്യത്തെ ചുമതലപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ഈജിപ്ത് പദ്ധതി ചർച്ച ചെയ്തതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും അറബ് പാശ്ചാത്യ നയതന്ത്രജ്ഞരും വാർത്താ ഏജൻസിയോട് പറഞ്ഞു. 3 ഘട്ടങ്ങളായുള്ള പുനർനിർമ്മാണ പ്രക്രിയയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് 5 വർഷം വരെ എടുക്കുമെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ഹമാസുമായോ പലസ്തീൻ അതോറിറ്റിയുമായോ പങ്കാളിത്തമില്ലാത്ത ഭരണകൂടം ഗാസയിൽ സ്ഥാപിക്കുക എന്നതാണ് ഈജിപ്തിന്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗസയ്ക്കായി ഒരു പോലീസ് സേന സൃഷ്ടിക്കപ്പെടാമെന്നും കേൾക്കുന്നു. പലസ്തീൻ രാഷ്ട്രപദവിക്ക് വ്യക്തമായ ഒരു പാത ഉണ്ടെങ്കിൽ അറബ് ബഹുരാഷ്ട്ര പോലീസ് സേനയും ഗസയിൽ വന്നേക്കാം. പലസ്തീൻ ജനതയുടെ അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം കുവൈറ്റിന്റെ സ്ഥിരം പ്രതി നാസർ അബ്ദുള്ള അൽ ഹായൻ യുഎന്നിൽ ആവശ്യപ്പെട്ടിരുന്നു. യുഎൻ മനുഷ്യാവകാശ കൗൺസിലിലായിരുന്നു ആവശ്യം. അതേസമയം ഗസയിലുള്ളവരിൽ 10ൽ 9 പേർക്ക് വീട് നഷ്ടമായവരാണ്. ഏകദേശം 85,000 ടൺ സ്ഫോടക വസ്തുക്കളാണ് ഗാസയിൽ ഉപയോഗിച്ചതെന്ന് പലസ്തീൻ എൻവയോൺമെന്റ് ക്വാളിറ്റി അതോറിറ്റി പറയുന്നു. യുഎൻ കണക്കനുസരിച്ച് 60% കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ, ജലസംഭരണികൾ, ധാന്യമില്ലുകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. വൈദ്യുതി ബന്ധവും നിലച്ചു. ഇസ്രയേൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഗാസയെ ശിലായുഗത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. യുഎന്നിന്റെ കണക്കനുസരിച്ച് $4,000 കോടി വേണം ഗാസ പുനർനിർമ്മിക്കാൻ. ചുരുങ്ങിയത് 16 വർഷമെങ്കിലും ഇതിനായി എടുക്കുമെന്നാണ് യുഎൻ പറഞ്ഞത്. ഇതാണ് 5 വർഷത്തിൽ നടപ്പിലാക്കാൻ ഈജിപ്തും അറബ് രാഷ്ട്രങ്ങളും കൂടി ശ്രമിക്കുന്നത്.